പരുന്തുംപാറയിൽ അനധികൃതമായി സ്ഥാപിച്ച കുരിശ് പൊളിച്ചു മാറ്റുന്നു. കയ്യേറ്റ ഭൂമിയിൽ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയതിന് പിന്നാലെയാണ് അനധികൃതമായി കുരിശ് സ്ഥാപിച്ചത്. പരുന്തുംപാറയിലെ കയ്യേറ്റം മാതൃഭൂമി ന്യൂസാണ് പുറത്തു കൊണ്ടുവന്നത്. ഈ കയ്യേറ്റ വാർത്ത പുറത്തു വരികയും ഇതിനെതിരായ നടപടികൾ നടക്കുന്നതിനുമിടയിലാണ് ഇങ്ങനൊരു കുരിശ് അവിടെ സ്ഥാപിക്കപ്പെട്ടത്. കുരിശ് ഇല്ലാത്ത സമയത്തെയും ഇപ്പോൾ വച്ചതിന് ശേഷമുള്ള ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് രാവിലെ തന്നെ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ ഈ കുരിശ് പൊളിച്ചു നീക്കാനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. ബിനിൽ, ഉടനടി നടപടി ഉണ്ടാകുന്നല്ലേ? രാവിലെ നമ്മൾ ഈ വാർത്ത പറയുമ്പോൾ പറഞ്ഞാണ് എന്തുകൊണ്ട് ഇത് നീക്കാനുള്ള നടപടികളിലേക്ക് കടക്കുന്നില്ല എന്ന്. ഉണർന്ന് പ്രവർത്തിക്കുകയാണ് വകുപ്പുകൾ, അല്ലേ? ദിവിഷെ, പരുന്തുംപാറയിലെ കയ്യേറ്റത്തിൽ ആദ്യ നടപടിയെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇപ്പോൾ സജിത്ത് ജോസഫ്, പാസ്റ്റർ സജിത്ത് ജോസഫിന്റെ കൈവശമുള്ള ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന കുരിശാണ് ഇപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ പോലീസിന്റെ കൂടി സഹായത്തോടെ ഇപ്പോൾ പൊളിച്ചു നീക്കിക്കൊണ്ടിരിക്കുന്നത്. പീരുമേട് താലൂക്കിലെ ഉദ്യോഗസ്ഥർ സജിത്ത് ജോസഫിന്റെ പുരയിടത്തിലേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ പോലീസിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഈ നടപടികൾ പുരോഗമിക്കുന്നത്. ആ കുരിശിന്റെ കീഴ്ഭാഗം വെച്ച് കട്ടറുകൾ ഉപയോഗിച്ച് കട്ട് ചെയ്ത് നീക്കുന്ന ജോലിയിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. കോൺക്രീറ്റുകൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് റവന്യൂ ഉദ്യോഗസ്ഥർ കൊണ്ടുവന്ന തൊഴിലാളികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരുന്തുംപാറ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ആദ്യ നടപടിയിലേക്ക് റവന്യൂ വകുപ്പ് കടന്നിരിക്കുന്നുവെന്ന് വേണം നമുക്കിപ്പോൾ പറയാൻ. കാരണം ദിവിഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ രാവിലെ തന്നെ ഇതിന്റെ നിയമലംഘനം എന്താണ് എന്നത് ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടിരുന്നു. അതായത് ഈ കയ്യേറ്റ ഭൂമിയിൽ ഒരു കുരിശ് സ്ഥാപിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ആ കുരിശ് സ്ഥാപിച്ചത് എപ്പോഴാണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ മാതൃഭൂമി ന്യൂസ് ഈ കയ്യേറ്റ വാർത്ത പുറത്തുവിടുമ്പോൾ ഈ സജിത് ജോസഫിന്റെ പുരയിടത്തിൽ നമ്മൾ എത്തിയിരുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ പകർത്തിയിരുന്നു. ആ സമയത്ത് ഇപ്പോൾ ഈ കുരിശ് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്ത് തേയില ചെടികളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഈ കുരിശ് അവിടേക്ക് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്തത്. ആ കുരിശ് പ്രത്യക്ഷപ്പെട്ടതിന്റെ സാഹചര്യങ്ങൾ തന്നെ ദുരൂഹമാണ്. അത് ആസൂത്രിതമായി തന്നെ അവിടെ കൊണ്ടുവന്നൊരു കുരിശ് സ്ഥാപിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം SIT റിപ്പോർട്ടുണ്ടായിരുന്നു. മാതൃഭൂമി ന്യൂസ് ഈ വാർത്ത പുറത്തേക്ക് വിട്ടതിന് തൊട്ടു പിന്നാലെ ഇടുക്കി ജില്ലാ കളക്ടർ കയ്യേറ്റമൊഴിപ്പിക്കൽ നടപടികളിലേക്ക് തന്നെ കടന്നിരുന്നു. അതിനുവേണ്ടി പ്രത്യേക സംഘത്തെ നിയോഗിച്ച് അവർ സർവേ നടപടികളടക്കം പുരോഗമിക്കുകയും ആ നടപടികളുമായി അവർ മുന്നോട്ട് പോവുകയും ഒക്കെ തന്നെ ചെയ്യുകയായിരുന്നു. അതിനിടയിലാണ് ഈ പെട്ടെന്ന് ഈ കുരിശ് വന്നത്. നമുക്കറിയാം പാപ്പാത്തിച്ചോലയിൽ എങ്ങനെയാണ് കയ്യേറ്റ ഭൂമിയിൽ ഈ സംരക്ഷകനായി ഒരു കുരിശ് സ്ഥാപിച്ച് അത് ഭൂമി ഒഴിവാക്കുന്നത്, അതായത് കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനെതിരായിട്ടുള്ള നീക്കങ്ങൾ നടന്നതെന്നറിയാം. ആ കുരിശ് അവിടെ നിന്ന് മാറ്റാൻ റവന്യൂ വകുപ്പിന് വേണ്ടി വന്ന വലിയ പരിശ്രമം ഉണ്ടായിരുന്നു. വലിയ സമ്മർദ്ദങ്ങൾ റവന്യൂ വകുപ്പ് നേരിടേണ്ടി വന്നു. പുലർച്ചെ വലിയ പോലീസ് സന്നാഹത്തോടു കൂടി പോയാണ് പാപ്പാത്തിച്ചോലയിലെ കുരിശ് റവന്യൂ വകുപ്പിന് നീക്കം ചെയ്യേണ്ടി വന്നത്. പക്ഷേ ഇവിടെ ഈ നിയമലംഘനങ്ങളൊക്കെ തന്നെ നടത്തി റവന്യൂ വകുപ്പിന്റെ മൂക്കിന് താഴെ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ നിരോധനാജ്ഞ കളക്ടർ പ്രഖ്യാപിച്ചിരുന്നു. ആ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നതിന് ഇങ്ങനെ ദിവസങ്ങൾക്കകം ഇത്രയും വലിയൊരു കുരിശ് സ്ഥാപിക്കുക, എന്ത് നിയമലംഘനം നടത്തിയിട്ടും അതിന് ഏതെങ്കിലും ഒരു മതത്തെ മറയാക്കിക്കൊണ്ട് ആ നിയമലംഘനങ്ങൾക്ക് സാധൂകരണം കിട്ടാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നു. ഇത് സ്ഥാപിച്ച ആൾക്കെതിരെ എന്ത് നടപടി കൂടി വേണ്ടിവരും? അയാൾ ഒരു പാസ്റ്റർ ആണെന്ന് പറയുന്നു. അയാൾക്കെതിരെ ഇപ്പോഴും വേണ്ട വിധത്തിലുള്ള നടപടികളിലേക്ക് പോയിട്ടില്ലല്ലോ. അതുകൂടി ചെയ്യേണ്ടതല്ലേ? കുരിശ് പൊളിച്ചു മാറ്റണം. ഈ സ്ഥലം കയ്യേറ്റമാണെങ്കിൽ അത് തിരിച്ചു പിടിക്കണം. ഈ കയ്യേറ്റം നടത്തിയ ആൾക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കണ്ടേ വേഗത്തിൽ? ആ നടപടികളിലേക്ക് കൂടി ഇപ്പോൾ പോകേണ്ടി വരും. ഇപ്പോൾ പോലീസിന്റെ സാന്നിധ്യത്തിൽ അടക്കം കൊണ്ടുവന്ന് വലിയ കട്ടറുകൾ കൊണ്ടുവന്ന് ആ കുരിശ് കട്ട് ചെയ്ത് അവിടെ നിന്ന് താഴേക്ക് ഇറക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ കുരിശ് തന്നെയാണ്. ഈ കുരിശ് ഏതാണ്ട് ഒരാഴ്ച മുമ്പ് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. അതായത് പുറത്തു നിന്ന് ഒരു കുരിശ് നിർമ്മിച്ചു കൊണ്ടുവന്ന് ആ ഭൂമിയിൽ കുഴിച്ച് ഇടുകയായിരുന്നു എന്നതാണ് റവന്യൂ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. കാരണം അവിടെ നമ്മൾ ഫെബ്രുവരി 24 ഇവിടെ വന്ന് ദൃശ്യങ്ങൾ പകർത്തുന്ന സമയത്തൊക്കെ അവിടെ തേയില ചെടികളാണ്. ഇപ്പോൾ ഈ കുരിശ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കുരിശ് ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നത് തേയില ചെടികളാണ്. ആ തേയില ചെടികൾ അവിടെ പിഴുത് മാറ്റിയ ശേഷം വലിയൊരു കുഴിയെടുത്ത് അതിൽ കൊണ്ടുവന്ന് ഒരു കുരിശ് സ്ഥാപിക്കുകയാണ് ചെയ്തത്. അതായത് കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് റവന്യൂ വകുപ്പ് കടക്കും എന്ന ഉറപ്പായ ഒരു ഘട്ടത്തിൽ അവിടെ ഒരു മതചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിനൊരു തടയിടാനുള്ളൊരു നീക്കം നടത്തിയെന്നത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്തായാലും ആ നീക്കത്തെ ഇപ്പോൾ റവന്യൂ വകുപ്പ് ശക്തമായ നടപടികളിലേക്ക് പോയിരിക്കുകയാണ്. കാരണം റവന്യൂ
വകുപ്പിന് വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ്. കാരണം അവർ സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത ആ ഒരു നിർമ്മാണ പ്രവൃത്തിയാണിത്. ആ സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കുകയാണ് ഇവിടെ ഒരു കുരിശ് സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ വലിയ സമ്മർദ്ദങ്ങളിലേക്ക് റവന്യൂ വകുപ്പ് തന്നെ പോയി. കാരണം SIT റിപ്പോർട്ടിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അടക്കം ഒത്താശയോടുകൂടിയാണ് ഈ നിയമലംഘനങ്ങളും കയ്യേറ്റങ്ങളും ഒക്കെ തന്നെ നടന്നിരുന്നത് എന്ന വളരെ ഗുരുതരമായ പരാമർശമുണ്ട്. പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് റവന്യൂ വകുപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പരുന്തുംപാറയിൽ ആദ്യ നടപടി എന്ന നിലയിലേക്ക് നമുക്ക് ഈ കുരിശ് പൊളിക്കൽ തന്നെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പോലീസിനെ അടക്കം എത്തിച്ചുകൊണ്ട് പീരുമേട് തഹസിൽദാറും റവന്യൂ സംഘവുമാണ് ഇപ്പോൾ ഈ നടപടികൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ തന്നെ ഇവിടെ ഒരു 5 ടവറുകളുള്ള ഏതാണ്ട് 400ഓളം പേർക്ക് താമസിക്കാൻ കഴിയുന്ന ഒരു വലിയ നിർമ്മാണ പ്രവൃത്തിയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ആ നിർമ്മാണ പ്രവൃത്തി നടത്തിയതിന് പിന്നിലും വലിയ തട്ടിപ്പുകൾ ഉണ്ട് എന്നതാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ അതുപോലെ നടക്കുന്നുണ്ട്.